എല്ലാവരുടെയും അടുക്കളയിൽ ഉണ്ടാകുന്ന രണ്ട് സാധനം വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഒരു 5 മിനിറ്റ് മാറ്റി വെക്കുകയെന്നുണ്ടെങ്കിൽ ആർക്കും തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ലിപ് ബാമാണിത്. അപ്പോൾ മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും ധൈര്യമായിട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിതിൻ്റെ മുന്നേ ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തയ്യാറാക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. വെറും 2 ചേരുവ മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങളുടെ കുട്ടികൾക്ക് ഒരുപാട് സന്തോഷമാവുകയും ചെയ്യും ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുക എന്നുണ്ടെങ്കിൽ. ലിപ്സ്റ്റിക്ക് ഏതും ആവട്ടെ, അത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇതുപോലൊരു ലിപ് ബാം തയ്യാറാക്കിയിട്ട് ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ടുകൾക്കൊന്നും യാതൊരു ഡാമേജും ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾക്ക് നിർബന്ധമായിട്ട് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കണേ. ആമിട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ക്യാരറ്റാണ്. അപ്പോൾ ക്യാരറ്റിൻ്റെ ഗുണങ്ങളെക്കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ സ്കിന്നിൻ്റെ ബ്രൈറ്റ്നസ്സിനൊക്കെ ക്യാരറ്റ് വളരെയധികം സഹായിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറുതാക്കി മുറിച്ചിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഒട്ടും വെള്ളം ഒഴിക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിനി ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് ഒരു അടി കട്ടിയുള്ള പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കാതെ കരിയാതെയൊക്കെ ശ്രദ്ധിക്കുക. ഇതുപോലെ നന്നായിട്ട് കുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇത്രത്തോളം നമ്മൾ ഇതിനെ കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ്. പശു നെയ്യ് ചേർത്ത് കൊടുക്കുക. പശു നെയ്യും നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ലാത്ത സംഭവങ്ങളാണ് ഈ ക്യാരറ്റും നെയ്യും എന്ന് പറയുന്നത്. ഇത്രയും നമ്മൾ ഇതിൽ ചേർക്കുന്നുള്ളൂ, വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇത് മിക്സ് ചെയ്യുന്ന രീതിയാണ്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. നെയ്യും ക്യാരറ്റും നന്നായിട്ട് മിക്സായിട്ട് വരണം. അപ്പോൾ നമ്മൾ ചൂടോട് കൂടിയുള്ള പാത്രത്തിലേക്കാണ് നെയ്യ് ഒഴിച്ചത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതുപോലെ മിക്സായി കിട്ടും. അപ്പോൾ ഇത് നല്ല ക്രീമായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നെയ്യ് വേറെ ക്യാരറ്റ് വേറെ എന്നുള്ള രീതിയിൽ നിൽക്കില്ല. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യാമെന്നുണ്ടെങ്കിൽ. ഇനി ഒരല്പം ചൂട് കുറഞ്ഞതിന് ശേഷം നമുക്കൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ചൂട് നന്നായിട്ട് പോയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. ഒരു 3 മണിക്കൂറിന് ശേഷം ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്തതാണ്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും കറക്റ്റ് ഒരു ലിപ് ബാമിൻ്റെ അതേ ഒരു ഇതിലാണ്, കൺസിസ്റ്റൻസിയിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മിക്സിംഗ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഇല്ലെങ്കിൽ അത് നെയ്യ് വേറെയും ക്യാരറ്റ് വേറെ ആയിട്ട് കിടക്കും. അപ്പോൾ രണ്ടും നന്നായിട്ട് ആ ഒരു ഇളം ചൂടോടുകൂടി തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കിതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.